നമസ്കാരം. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. കളം മാറി ചവിട്ടാൻ കേരള കോൺഗ്രസ്. ജോസ് കെ മാണിയുമായി ചർച്ച നടത്തിയ വി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടിയും. LDF വിടേണ്ടെന്ന നിലപാടിൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും LDF നേതാക്കൾക്കൊപ്പമുള്ള ചിത്രത്തോടൊപ്പം തുടരുമെന്ന കുറിപ്പോടെ FB പോസ്റ്റ്. തീരുമാനം 16-ന് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനിയും വിസ്മയങ്ങളുണ്ടാകുമെന്ന് വി ഡി സതീശൻ. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി AICC സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി കേരളത്തിൽ. ഓരോ മണ്ഡലത്തിലെയും 3 പേരുള്ള പട്ടികയിൽ ആദ്യ ചർച്ച. 16-ന് കേരള നേതാക്കളുടെ യോഗം വിളിച്ച് ഹൈക്കമാൻഡ്. CPM മുൻ MLA ഐഷ പോറ്റി കോൺഗ്രസിൽ. കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ 2ഇടത്ത് UDF-നും 1 വാർഡിൽ LDF-നും ജയം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തൃശൂരിൽ തിരിതെളിയും. 25 വേദികളിലായി 15,000-ഓളം കൗമാര പ്രതിഭകൾ മാറ്റുരയ്ക്കും. ഒരുക്കങ്ങൾ വിലയിരുത്തി മന്ത്രി വി ശിവൻകുട്ടി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ട് തിരുവല്ല കോടതി. ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ കണ്ടെത്താനുണ്ടെന്നും രാഹുലുമായി തെളിവെടുക്കുമെന്നും SIT. ജാമ്യാപേക്ഷ 16-ന് പരിഗണിക്കും. പാലക്കാട് ഹോട്ടലിൽ നിന്ന് രാഹുലിന്റെ മൊബൈൽ കണ്ടെത്തി. ലാപ്ടോപ്പ് കണ്ടെത്താനായില്ല. സിനിമാ സംഘടനകളുടെ സൂചനാ സമരം ഈ മാസം 21-ന്. സിനിമാ മേഖല സ്തംഭിപ്പിക്കുമെന്ന് സംഘടനകൾ. ഷൂട്ടിംഗ് നിർത്തും. തിയേറ്ററുകൾ അടച്ചിടുമെന്നും സംഘടനാ നേതാക്കൾ. ജമ്മുകശ്മീരിൽ ഏറ്റുമുട്ടൽ. കത്വയിൽ സൈന്യവും ഭീകരരും തമ്മിൽ കനത്ത വെടിവെപ്പ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. സാഹസത്തിന് മുതിർന്നാൽ കനത്ത തിരിച്ചടി നൽകും. കശ്മീരിൽ ഭീകരരുടെ ശൃംഖല തകർത്തെന്നും പാകിസ്ഥാന്റെ ആണവ ഭീഷണി അവസാനിപ്പിച്ചെന്നും കരസേനാ മേധാവി. കേരള കോൺഗ്രസ് എം LDF വിടുമെന്ന അഭ്യൂഹങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു. തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച നടന്ന LDF സമരത്തിൽ ചെയർമാൻ ജോസ് കെ മാണി പങ്കെടുക്കാതിരുന്നതാണ് മുന്നണി മാറ്റം എന്ന വാദത്തിന് ശക്തി പകരുന്നത്. ജോസ് കെ മാണിയെ UDF ക്യാമ്പിലെത്തിക്കാൻ ഇടപെടുന്നു എന്ന വാർത്ത കോൺഗ്രസ് ഹൈക്കമാൻഡും തള്ളി. എന്നാൽ വി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടിയും ജോസ് കെ മാണിയുമായി ചർച്ച നടത്തിയെന്ന സൂചനകളും പുറത്തുവന്നു. ഇതിനിടെ LDF നേതാക്കൾക്കൊപ്പമുള്ള ചിത്രം തുടരുമെന്ന കുറിപ്പോടെ മന്ത്രി റോഷി അഗസ്റ്റിനും മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം പ്രമോദ് നാരായണനും ഫേസ്ബുക്കിൽ പങ്കുവച്ചു. കേരള കോൺഗ്രസിനെ UDF-ലെത്തിക്കാൻ അനൌദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചതായാണ് സൂചന. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ ജോസ് കെ മാണിയുമായി ചർച്ച നടത്തിയതായും സൂചനയുണ്ട്. കേരള കോൺഗ്രസിനെ UDF-ലെത്തിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടുന്നുവെന്നും സോണിയാഗാന്ധിയുമായി ജോസ് കെ മാണി ചർച്ച നടത്തി എന്നുമുള്ള പ്രചരണങ്ങൾ ഹൈക്കമാൻഡ് തള്ളിയിരുന്നു. മുന്നണി മാറ്റത്തിനായി ചർച്ചകൾ നടക്കുന്നുവെന്ന വാദങ്ങളെ കേരള കോൺഗ്രസ് നേതൃത്വവും തള്ളുകയാണ്. ക്രെഡിബിലിറ്റിയുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നും മുന്നണി വിടുമെന്ന അഭ്യൂഹങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ലെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഞങ്ങളുടെ ഒരു പാർട്ടി, ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ധാർമ്മികതയുണ്ട്. ആ ക്രെഡിബിലിറ്റിയും ധാർമ്മികതയും ഒരു കാര്യത്തും പണയം വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയല്ല. അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ചെയർമാൻ തന്നെ വ്യക്തമാക്കി. ഇന്നലെ പോലും പങ്കെടുക്കാത്തതിന്റെ കാരണം ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇനി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ലാത്ത കാര്യം. ഇതിനിടെ കേരള കോൺഗ്രസിൽ മുന്നണി മാറ്റം സംബന്ധിച്ച് ഭിന്ന അഭിപ്രായമാണുള്ളത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടതുമുന്നണിയിൽ തുടരുമെന്ന് വ്യക്തമാക്കുമ്പോൾ പാർട്ടിയെടുക്കുന്ന നിലപാടിനൊപ്പം നിൽക്കുമെന്നാണ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, MLA-മാരായ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ജോബ് മൈക്കിൾ എന്നിവർ ഉറപ്പു നൽകിയിരിക്കുന്നത്. റാന്നി MLA പ്രമോദ് നാരായണനും LDF-ൽ തുടരുക എന്ന ആശയത്തോടൊപ്പമാണ്. LDF-ൽ തുടരും എന്ന സൂചന നൽകി LDF നേതാക്കൾക്കൊപ്പമുള്ള ചിത്രം റോഷി അഗസ്റ്റിനും മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം പ്രമോദ് നാരായണനും ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ഇതിനെല്ലാമിടയിൽ കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് എത്തിക്കാൻ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ സമ്മർദ്ദമുണ്ട്. ഏതായാലും ഈ മാസം 16-ന് കോട്ടയത്ത് ചേരുന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റിയോടെ മുന്നണി മാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്ക് വിരാമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടതുമുന്നണിയിൽ തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിലും സീറ്റുകൾ, സ്ഥാനാർത്ഥികൾ തുടങ്ങിയ കാര്യങ്ങളിലും അന്തിമ തീരുമാനം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായേക്കും. കേരള കോൺഗ്രസിൽ വീണ്ടും ഒരു പിളർപ്പുണ്ടാകുമോ എന്ന ചോദ്യത്തിനും ഇതോടെ ഉത്തരമാകും. അമൃത ന്യൂസ്, കോട്ടയം.
കേരള കോൺഗ്രസ് എം ഇടതുമുന്നണി വിടുമെന്നത് മാധ്യമങ്ങളുടെ പ്രചരണമെന്ന് മന്ത്രി വി എൻ വാസവൻ. തിരുവനന്തപുരത്ത് നടന്ന LDF സമരത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനും കേരള കോൺഗ്രസ് എമ്മിന്റെ മുഴുവൻ MLA-മാരും പങ്കെടുത്തു. ജോസ് കെ മാണി വരാത്തതിന്റെ കാരണം പാർട്ടി ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. മറിച്ചുള്ള പ്രചാരണങ്ങൾ തെറ്റാണ്. UDF-ന് ആത്മവിശ്വാസക്കുറവാണെന്നും മുന്നണിയിലേക്ക് ആരെയെങ്കിലും പിടിക്കാൻ പറ്റുമോ എന്നാണ് അവർ നോക്കുന്നതെന്നും വി എൻ വാസവൻ പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന സമരമുഖത്ത് റോഷി അഗസ്റ്റിൻ മന്ത്രി വേദിയിലുണ്ടായിരുന്നു, പ്രസംഗിച്ചു. ചീഫ് വിപ്പ് ജയരാജ് ഉണ്ടായിരുന്നു, പ്രമോദ് നാരായണൻ MLA ഉണ്ടായിരുന്നു, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ജോ മൈക്കിൾ MLA ഉണ്ടായിരുന്നു. അപ്പോൾ ജോസ് കെ മാണി ഒഴിച്ച് അവരുടെ MLA-മാർ മന്ത്രി ഇന്നലത്തെ സമരത്തിൽ വരെ ഉണ്ടായിരുന്നു. ഇന്ന് അവരുടെ ഒരു വാർത്താക്കുറിപ്പ് ജോസ് കെ മാണിയുടെ ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്കറിയാവുന്നത്. അല്ലാതെ മറ്റേതെങ്കിലും സംഭവം മീഡിയ ഇങ്ങനെ അവരെ അപ്പുറത്തെത്തിച്ചാൽ കൊള്ളാവുന്ന രീതിയിൽ എല്ലാവരും ഇപ്പോൾ ചില കൂട്ടരെ അതിനൊരു പണി നടത്തിക്കൊണ്ടിരിക്കുന്നു. UDF ഇന്നത്തെ സ്ഥിതിയിൽ തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കനകൂരിൻ്റെ പുതിയ ഉപദേശമാണ് എങ്ങനെയെങ്കിലും അപ്പുറത്ത് ആരെങ്കിലും പിടിക്കാൻ പറ്റുമോ, അതിനുവേണ്ടി ആരെ പിടിച്ചാൽ ഊരെ പിടിക്കാമെന്നുള്ള വിധത്തിൽ എല്ലാവരുടെയും പുറകെ ഇങ്ങനെ നടക്കുക. ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതിൻ്റെ ഭാഗമാണത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി വിടുമെന്ന വാർത്തകളിൽ സസ്പെൻസ് നിലനിർത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിസ്മയമുണ്ടാകുമെന്നും വിരലിലെണ്ണാവുന്ന ദിവസം കൂടി കാത്തിരിക്കൂ എന്നും ഇത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിച്ചു. അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അവരിപ്പോഴും ഇടതു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു കമന്റ് പറയാനില്ല. അവരുടെ ആ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും. UDF-ന്റെ പക്കലേക്ക് കക്ഷികളും LDF-ലുള്ള കക്ഷികളും NDA-യിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDF-ന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. അത് ഉറപ്പായിട്ട് വരും. അത് ആരൊക്കെയാണ് എന്ന് ദയവ് ചെയ്ത് ഇപ്പൊ ചോദിക്കരുത്. അത് സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി വിടുമെന്ന അഭ്യൂഹങ്ങളിൽ പ്രതികരിച്ച് മന്ത്രി MB രാജേഷ്. ജോസ് കെ മാണിയുടെ പ്രസ്താവന വന്നതോടെ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാത്തതിന്റെ കാര്യം വ്യക്തമായിട്ടുണ്ടെന്നും റോഷി അഗസ്റ്റിനും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനിപ്പോൾ രണ്ട് കാര്യം കണ്ട്. ഒന്ന്, ശ്രീ ജോസ് കെ മാണിയുടെ ഓഫീസിൻ്റെ ഒരു പ്രസ്താവന ഇന്ന് പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്, ഇന്നലെ വരാൻ കഴിയാത്തതിനെ സംബന്ധിച്ച്. അപ്പോൾ ആ അഭ്യൂഹം അതോടുകൂടി അവസാനിച്ചല്ലോ. പിന്നെ ഇപ്പോൾ കണ്ടത് ബഹുമാന്യനായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ നടത്തിയ പ്രതികരണമാണ്. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്, പാർട്ടി ചെയർമാൻ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ബാക്കിയെല്ലാം അഭ്യൂഹങ്ങളാണെന്നും. പുതിയ ഒരു പാർട്ടിയും UDF-ലേക്ക് വരുന്നതായി എറണാകുളത്ത് നടന്ന UDF നേതൃയോഗത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA. കേരള കോൺഗ്രസ് എം UDF-ലേക്ക് വരുന്നത് സംബന്ധിച്ച് ഒരു തരത്തിലും ചർച്ചകൾ നടന്നിട്ടില്ല. UDF-ന്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കും. കോൺഗ്രസ് നേതാക്കൾ ഒരു പിൻവാതിൽ നീക്കവും നടത്തുന്നില്ലെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. കാരണം ഇന്ന് രാവിലെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ റോഷി അഗസ്റ്റിൻ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്ന പ്രതികരണം, ഞങ്ങൾ LDF-ൽ ഉറച്ചു നിൽക്കുന്നു, ഞങ്ങൾ UDF-ലേക്ക് ഇല്ല എന്നാണ്. അങ്ങനെ ഒരു പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ വിഷയത്തിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രസക്തിയുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇനി പ്രസക്തി ഉണ്ടെങ്കിൽ, ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പറയുന്നതാണ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഞങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും UDF-ൽ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി കേരള കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിനെങ്കിലും ഇക്കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ അറിയിക്കേണ്ടതാണ്. ഇതുവരെ ഞങ്ങളുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് UDF എപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. UDF-ന് ആത്മവിശ്വാസമില്ലാത്തതിനാലാണ് ഇത് ഇടത് ഘടകകക്ഷിയെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നതെന്ന് മന്ത്രി P രാജീവ്. ഇടതു മുന്നണിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റുകൾ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനം മുന്നണി ഒറ്റക്കെട്ടായി നടത്തിക്കൊണ്ടുപോവുകയാണ്. ഏതെങ്കിലും കക്ഷിയെ കിട്ടുമോ എന്നാണ് UDF നോക്കുന്നത്. കത്തോലിക്കാ സഭയുടെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടുന്നുണ്ടെന്നും P രാജീവ് പറഞ്ഞു. ഭിന്നശേഷി നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. കത്തോലിക്കാ സഭയ്ക്ക് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് കരുതുന്നില്ല. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ സംബന്ധിച്ച് ഫെബ്രുവരി 6-ന് മുഖ്യമന്ത്രി ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. എല്ലാ കാര്യത്തിലും ഭരണം തിരിച്ചുപിടിക്കും എന്ന് ഉറപ്പിച്ചു പറയുന്നവർ ആ ആത്മവിശ്വാസം ഇല്ല എന്നതാണല്ലോ ഇത്തരം ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്.
അങ്ങനെ നല്ല ഉറപ്പുണ്ടെങ്കിൽ ഇപ്പുറത്തുള്ള ഘടകകക്ഷികളിലേക്ക് കണ്ണും നട്ട് അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നലെ സംഘടിപ്പിച്ച സമരവും കണ്ടല്ലോ. എല്ലാ MLA-മാരും മന്ത്രിമാരും പങ്കെടുത്ത സമരം തന്നെയാണ്. വളരെ ശക്തമായി തന്നെ നേരത്തെ കണ്ടതുപോലെ ഒരു 110 സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം മുന്നണി ഒറ്റക്കെട്ടായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് ഔദ്യോഗിക തുടക്കം. AICC സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി പ്രധാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ ഭരണത്തിലേക്കുള്ള മടങ്ങിവരവിന് സർവ്വസന്നാഹങ്ങളുമായി തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് ഔദ്യോഗികമായി നേതൃത്വം കടക്കുന്നു. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രിയുടെ മേൽനോട്ടത്തിലാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്നത്. ഇക്കാര്യത്തിൽ പാലിക്കേണ്ട നിബന്ധനകളെക്കുറിച്ച് ഹൈക്കമാൻഡ് KPCC നേതൃത്വത്തിന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലെ MP-മാർ മത്സരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് നേതൃത്വം. AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി എന്നിവർ ഉൾപ്പെടെ സംസ്ഥാന നേതാക്കൾ ഇന്നും നാളെയും തലസ്ഥാനത്തുണ്ട്. വയനാട്ടിൽ നടന്ന ചിന്തൻ ശിബിരത്തിലെ ചർച്ചകളുടെയും തീരുമാനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് പ്രവർത്തനങ്ങൾ. ഗ്രൂപ്പുകളുടെയോ നേതാക്കളുടെയോ പിടിവാശിയിൽ സ്ഥാനാർത്ഥി നിർണയം അനുവദിക്കില്ല എന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. വിജയം മാത്രമായിരിക്കും മാനദണ്ഡം. പ്രാദേശിക ഘടകങ്ങളുമായി സ്ഥാനാർത്ഥികളുടെ ജയസാധ്യത ചർച്ച ചെയ്യും. സിറ്റിംഗ് MLA-മാർ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളും ജയസാധ്യതയും വിലയിരുത്തും. മണ്ഡലത്തിലെ സാധ്യതകളെക്കുറിച്ച് കനകോലുവിന്റെയും ദീപാദാസ് മുൻഷിയുടെയും റിപ്പോർട്ടുകൾ പരിഗണിക്കപ്പെടും. ഓരോ മണ്ഡലങ്ങളിലും സ്ക്രീനിംഗ് കമ്മിറ്റിയും കോർ കമ്മിറ്റിയും ചർച്ച നടത്തി തയ്യാറാക്കുന്ന 3 പേരടങ്ങുന്ന പട്ടിക AICCക്ക് സമർപ്പിക്കും. കോൺഗ്രസിനുള്ളിലെ പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായ ശേഷം ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കും. ജനുവരി 20-നുള്ളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാണ് UDF-ന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 3 പതിറ്റാണ്ട് നീണ്ട CPM ബന്ധം അവസാനിപ്പിച്ച് മുൻ കൊട്ടാരക്കര MLA ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നു. തിരുവനന്തപുരത്തെ രാപ്പകൽ സമരവേദിയിലെത്തിയാണ് പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മെമ്പർഷിപ്പ് കൈമാറി 5 വർഷത്തോളമായി CPM-മായി അകൽച്ചയിലായിരുന്നു ഐഷ പോറ്റി. നേരത്തെ CPM കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പുതിയ നിയമനിർമ്മാണത്തിലൂടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അന്തസ്സത്ത തകർത്ത മോദി സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുള്ള കോൺഗ്രസിന്റെ ദ്വിദിന രാപ്പകൽ സമരം ലോക്ഭവന് മുന്നിൽ തുടരുന്നു. തൊഴിൽ അവകാശം സംരക്ഷിക്കുന്ന വിധം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പുനഃസ്ഥാപിക്കണമെന്നാണ് ആവശ്യം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP സമരം ഉദ്ഘാടനം ചെയ്തു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, K സുധാകരൻ, ദീപാദാസ് മുൻഷി തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ് തിരിച്ചുപിടിച്ച് UDF. 83 വോട്ടിനാണ് UDF-ന്റെ KH സുധീർ ഖാൻ വിജയിച്ചത്. ഹാർബർ വാർഡിലെ മുൻ കൗൺസിലറായിരുന്നു സുധീർ ഖാൻ. ഇതോടെ കോർപ്പറേഷനിൽ UDF-ന്റെ സീറ്റ് 20ആയി. ഏറെക്കാലത്തിന് ശേഷമാണ് വിഴിഞ്ഞം വാർഡ് UDF തിരിച്ചുപിടിക്കുന്നത്. LDF വിമതൻ 118 വോട്ട് പിടിച്ചാണ് പാർട്ടി സ്ഥാനാർത്ഥിക്ക് കനത്ത തിരിച്ചടിയായത്. എറണാകുളം ഓണക്കൂരിൽ LDF-ഉം മലപ്പുറം മൂത്തേടത്ത് UDF-ഉം വിജയിച്ചു. ഓണക്കൂരിൽ LDF-ന്റെ CB രാജീവ് 221 വോട്ടിനാണ് ജയിച്ചത്. മൂത്തേടത്ത് മുസ്ലിം ലീഗിലെ സുബൈദ 222 വോട്ടുകൾക്ക് വിജയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന വിനോദ നികുതി ഒഴിവാക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിനിമാ സംഘടനകൾ ഈ മാസം 21-ന് സൂചനാ പണിമുടക്ക് നടത്തും. കൊച്ചിയിൽ ചേർന്ന സിനിമാ സംഘടനാ ഭാരവാഹി യോഗത്തിലാണ് തീരുമാനം. സർക്കാർ സിനിമാ മേഖലയോട് അവഗണന തുടരുകയാണെന്ന് സംഘടനകൾ ആരോപിച്ചു. താരങ്ങളിൽ നിന്നും സഹകരണം ലഭിക്കുന്നില്ലെന്നും സംഘടനകൾ കുറ്റപ്പെടുത്തി. GSTക്ക് പുറമെയുള്ള വിനോദ നികുതി അടക്കം ഒഴിവാക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് സമരം. നിർമ്മാതാക്കളുടെ സംഘടന സർക്കാരുമായി ചർച്ച നടത്തിയിട്ടും ഫലമുണ്ടായില്ല. വീണ്ടും ചർച്ച നടത്താമെന്ന് പറയുന്നതല്ലാതെ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് സിനിമാ സംഘടനാ ഭാരവാഹികൾ ആരോപിച്ചു. തിയേറ്ററുകൾക്ക് വലിയ തുക നികുതി കുടിശ്ശികയും അതിന്മേൽ ഭീമമായ പലിശയും വരുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന നികുതി പൂർണ്ണമായും ഒഴിവാക്കണമെന്നതാണ് സംഘടനകളുടെ പ്രധാന ആവശ്യം. സിനിമാ ഷൂട്ടിംഗ് അടക്കം നിർത്തിവെച്ചാണ് സമരം. സംസ്ഥാന സർക്കാർ കാലാകാലങ്ങളിലായി സിനിമാ ഇൻഡസ്ട്രിയോട് കാണിക്കുന്ന ഒരു അവഗണന, അതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയും കാര്യങ്ങളും നടന്നതിന് ശേഷം ഒരു സമരം എന്നുള്ള ലെവലിൽ മുമ്പോട്ട് പോകണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. സമരത്തിന്റെ ഭാഗമാകുമെന്ന് താരസംഘടനയായ അമ്മ ഭാരവാഹികളും പ്രതികരിച്ചു. കഴിഞ്ഞ 10 വർഷമായി ഈ സർക്കാർ സിനിമാ മേഖലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. സിനിമാ കോൺക്ലേവ് നടത്തിയിട്ടും ഗുണമുണ്ടായില്ല.
സിനിമാ താരങ്ങളായ രണ്ടുപേർ സർക്കാരിന്റെ ഭാഗമാണെങ്കിലും ഇവരിൽ നിന്നും സഹകരണം ലഭിക്കുന്നില്ലെന്നും സംഘടനാ പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ഇത്തരം വർഷത്തിന്റെ ഒന്നും നടന്നില്ല. ഈ മാസം 21-ന് മെമ്മോറാണ്ടം ഉൾപ്പെടെ സർക്കാരിന് സമർപ്പിക്കും. എന്നിട്ടും ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ അരങ്ങുണരും. 5 ദിവസം 25 വേദികളിലായാണ് കലാമത്സരങ്ങൾ നടക്കുക. സ്വർണ്ണക്കപ്പ് പ്രയാണം പൂരനഗരിയിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നു. ആതിര, നാളെയാണ് കലോത്സവത്തിന് തിരിതെളിയുക എങ്കിൽ കൂടി വലിയ ഒരു ആവേശത്തിലാണ്. എങ്ങനെയാണ് അവസാനവട്ട ഒരുക്കങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ? അമ്പിളി, ഏതായാലും പൂരനഗരി ഈ കലോത്സവത്തിന് അരങ്ങുണരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നാളെ 10 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഏകദേശം 25 വേദികളിലായി 15,000-ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിലൊക്കെ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിട്ടുള്ളത്. ഉച്ച ഏകദേശം 12 മണിയോടുകൂടി മറ്റു ജില്ലകളിൽ നിന്നുള്ള ആദ്യ സംഘം ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. മന്ത്രിമാരടങ്ങുന്ന സംഘമാണ് ആ കുട്ടികളെയൊക്കെ തന്നെ സ്വീകരിച്ചത്. അതുപോലെ തന്നെ വൈകുന്നേരം 3 മണിയോടുകൂടി പാലുകാച്ചൽ ചടങ്ങോടെയൊക്കെ കൂടി ഈ പാചകവും അതിൻ്റെയൊക്കെ തന്നെ ആ ഒരു താളത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്ന് അത്താഴം, അതായത് രാത്രി ഭക്ഷണം മുതലാണ് ഈ ഭക്ഷണ വിതരണമൊക്കെ തന്നെ ആരംഭിക്കുക. ഏകദേശം 25,000 പേർക്കാണ് ഭക്ഷണ വിതരണം നടത്തുക. പഴയുടെ മോഹനൻ നമ്പൂതിരി തന്നെയാണ് ഇത്തവണയും കലോത്സവത്തിന്റെ ആ ഒരു പാചകക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ സ്വർണ്ണ കപ്പ്, വിജയികളെ കാത്തിരിക്കുന്ന സ്വർണ്ണ കപ്പ്, തൃശ്ശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് അല്പസമയം മുമ്പാണ് ഈ പൂരനഗരിയിലെ പ്രധാന വേദിയിൽ എത്തിയത്. ഈ വേദിയിൽ വെച്ച് തന്നെയായിരിക്കും നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 64ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനമൊക്കെ തന്നെ നടത്തുക. 25 പൂക്കളുടെ പേരിലാണ് ഈ വേദികളൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത്. നാളെയോടുകൂടി ഏതായാലും പൂർണ്ണ തോതിലേക്ക് ഈ ഒരു കലോത്സവം ഉണരുമെന്നുള്ളതാണ്. ഭരതനാട്യവും ചെണ്ടമേളവും ഒക്കെ കൊണ്ട് തന്നെ ഒരു പൂരത്തിന്റെ പ്രതീതി ഏതായാലും ഈ തൃശ്ശൂർ നഗരിയിൽ നാളെ മുതൽ ഉണ്ടാകുമെന്നുള്ളതാണ്. 18-ാം തീയതി വരെയാണ് സ്കൂൾ കലോത്സവം. വിവിധ കലാപരിപാടികളോടുകൂടി തന്നെയാണ് ഈ സ്കൂൾ കലോത്സവം ഏതായാലും പുരോഗമിക്കുക. ഇപ്പോൾ എല്ലാ ഒരുക്കങ്ങളും നിലവിൽ ഏതായാലും പൂർത്തിയായി കഴിഞ്ഞു. ഇനി അല്പമണിക്കൂറുകൾ മാത്രമാണ് ഈ പൂരനഗരിയെ ശരിക്കും ഒരു പൂരത്തിന്റെ പ്രതീതിയിലേക്ക് മാറ്റാൻ കാത്തിരിക്കുന്നത്. നാളെ 10 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. അതോടുകൂടി ഈ തൃശ്ശൂർ നഗരം ഒരു പൂരത്തിമിർപ്പിലേക്ക് മാറും. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെയാണ് അരങ്ങുണരുന്നത്. 5 ദിവസം 25 വേദികളിലായാണ് കലാമത്സരം നടക്കുക. നാളെ രാവിലെ 10 മണിക്കാണ് ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ്. സ്വർണ്ണക്കപ്പ് പ്രയാണം പൂരനഗരിയിലെത്തി. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി ഒരുങ്ങി പാരിപ്പള്ളി അമൃത സ്കൂൾ. മുൻ വർഷങ്ങളിലേതുപോലെ മികച്ച വിജയങ്ങൾ നേടാനായുള്ള ഒരുക്കത്തിലാണ് അമൃത വിദ്യാലയത്തിലെ കുട്ടികൾ. ഉപജില്ല, റവന്യൂ ജില്ലാ തലങ്ങളിലെ മികച്ച പ്രകടനങ്ങളുമായി സംസ്ഥാന തലത്തിലേക്ക് എത്തുമ്പോൾ ആവർത്തിച്ചുള്ള പരിശീലനങ്ങളിലൂടെ വിദ്യാർത്ഥികളും അധ്യാപകരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. നന്മയുടെ വിത്തുകൾ പാകി മുളപ്പിക്കും പോലെയാണ് അമൃത വിദ്യാലയങ്ങൾ കുട്ടികളെ വളർത്തിയെടുക്കുന്നത്. വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും സാംസ്കാരിക അവബോധവും സമൂഹ നന്മയ്ക്കായി ഉതകും വിധമാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശയങ്ങളിൽ ഊന്നിയുള്ള പാഠ്യേതര പ്രവർത്തനങ്ങൾ. അങ്ങനെ സാംസ്കാരിക സാമൂഹിക വളർച്ചയ്ക്കൊപ്പം വ്യക്തിത്വ വികസനത്തിനും ഊന്നൽ നൽകി സ്കൂൾ കലോത്സവ വേദികളിൽ മികവാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ് പാരിപ്പള്ളി അമൃത സ്കൂളും. ഉപജില്ല, റവന്യൂ ജില്ലാ തലങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങൾ സംസ്ഥാന തലത്തിലും തുടരാനാണ് കുട്ടികളും അധ്യാപകരും തയ്യാറെടുക്കുന്നത്. മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ കീഴിലുള്ള ഈ സ്കൂള് ലോകമാതാവായ അമ്മയുടെ അനുഗ്രഹത്താൽ സമ്പന്നമായ ഈ സ്കൂള് ഇവിടെ ക്ഷേത്രകലകളടക്കം വിവിധ കലാമത്സരങ്ങൾക്ക് കുട്ടികൾ തയ്യാറെടുക്കുകയാണ്. നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സബ് ജില്ലാ കലോത്സവത്തിൽ ഫസ്റ്റ് ഓവറാൾ കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചു. അതിൻ്റെ പിന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചു നിന്നത് നമ്മുടെ സ്കൂളിൻ്റെ മാനേജറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തുര്യാമൃതാനന്ദ സ്വാമി തന്നെയാണ്. മോഹിനിയാട്ടം, കേരള നടനം, കൂടിയാട്ടം തുടങ്ങിയ ക്ഷേത്രകലാരൂപങ്ങളിലും വാദ്യ സംഗീത കലാരൂപങ്ങളായ മദ്ദളം, പഞ്ചവാദ്യം എന്നിവയിലും അമൃത സ്കൂളിലെ കുട്ടികൾ മത്സരിക്കുന്നുണ്ട്.
വന്ദേമാതരം, ഇംഗ്ലീഷ് റെസിറ്റേഷൻ, കവിതാരചന, പുരാണ കഥകളെ ആസ്പദമാക്കിയുള്ള യക്ഷഗാനം എന്നിവയാണ് പാരിപ്പള്ളി അമൃത സ്കൂളിലെ കുട്ടികൾ മത്സരിക്കുന്ന മറ്റിനങ്ങൾ. അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി മുൻവർഷങ്ങളിലേതുപോലെ ഇത്തവണയും മികച്ച വിജയങ്ങൾ നേടാനാകും എന്ന ആത്മവിശ്വാസത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. അമൃത ന്യൂസ്, കൊല്ലം. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ട് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. രാഹുലിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിച്ചില്ല. 3 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം 16-ാം തീയതി അപേക്ഷ പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു. കോടതിയിലെത്തിച്ച രാഹുലിന് നേരെ പ്രതിഷേധക്കാർ ചീമുട്ടയെറിഞ്ഞു. അതിനിടെ പാലക്കാട് ഹോട്ടലിൽ നിന്ന് രാഹുലിന്റെ മൊബൈൽ അന്വേഷണ സംഘം കണ്ടെത്തി. ലാപ്ടോപ്പ് കണ്ടെത്താനായില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ 3-ാം ബലാത്സംഗ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം റിമാൻഡിലായ രാഹുലിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിക്കണമെന്നും പാലക്കാട് ഉൾപ്പെടെ എത്തിച്ച് തെളിവ് ശേഖരണം നടത്തണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു. കസ്റ്റഡിയിൽ ലഭിച്ച രാഹുലിനെ പോലീസ് ആദ്യം പത്തനംതിട്ട AR ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത്. ഇനി 15-ന് വൈകിട്ട് തിരികെ കോടതിയിൽ ഹാജരാക്കണം. അതേസമയം കേസെടുത്തത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും ചട്ടം ലംഘിച്ചാണ് പരാതി സ്വീകരിച്ചത് എന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും രാഹുലിനെ പ്രദർശന വസ്തുവാക്കുകയാണ് എന്നും വാദമുയർന്നു. 15-ാം തീയതി വരെ കസ്റ്റഡി കൊടുത്തിരിക്കുകയാണ്. മെയിനായിട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്ത നടപടി തന്നെ തെറ്റാണെന്നാണല്ലോ ഒരു മെയിൻ വാദഗതിയായിരുന്നു. കനത്ത പോലീസ് സുരക്ഷയിലാണ് രാഹുലിനെ വൈദ്യപരിശോധനയ്ക്കും ശേഷം കോടതിയിലും എത്തിച്ചത്. ഈ സമയം യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണുണ്ടായത്. രാഹുലിന് നേരെ പ്രതിഷേധക്കാർ ചീമുട്ട എറിയുകയും ചെയ്തു. അമൃത ന്യൂസ്, പത്തനംതിട്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം സ്വയം ഒഴിയില്ലെന്നും ഒഴിയാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടില്ലെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. കോൺഗ്രസ് രാഹുലിനെ സംരക്ഷിക്കുകയാണ്. MLA സ്ഥാനത്ത് നിന്നുള്ള യോഗ്യത സ്പീക്കറുടെ അധികാരത്തിലുള്ള വിഷയമാണെന്നും മന്ത്രി വ്യക്തമാക്കി. എത്തിക്സ് ഉള്ളവർക്കാണ് അത് ബാധകമായിട്ടുള്ളത്. സ്വയം അദ്ദേഹം ഒഴിയാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഒഴിയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുമില്ല. മാത്രമല്ല, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സംരക്ഷണം കൊടുക്കുന്നു, ന്യായീകരണവും നടത്തിക്കൊണ്ടിരിക്കുക. എന്തോ ഒരു പാവം പയ്യനെ വേട്ടയാടി എന്ന മട്ടിലാണ് കോൺഗ്രസിൻ്റെ സാമൂഹിക മാധ്യമങ്ങളിലെ ന്യായീകരണമൊക്കെ. കാസർഗോഡ് കുമ്പളയിലെ CPM നേതാവും മുൻ ഏരിയ സെക്രട്ടറിയും എൺമകജെ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ S. സുധാകരനെതിരെ ലൈംഗിക പീഡനത്തിന് വീട്ടമ്മയുടെ പരാതി. സംഭവത്തിൽ കാസർഗോഡ് വനിതാ പോലീസ് കേസെടുത്തതോടെ നിലവിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായ പ്രതി ഒളിവിൽ പോയി. വർഷങ്ങളോളം പീഡിപ്പിച്ച് നഗ്നചിത്രം പകർത്തിയതായി പരാതിയിൽ പറയുന്നു. പാർട്ടി പ്രവർത്തക കൂടിയായ വീട്ടമ്മയെ CPM മുൻ കുമ്പള ഏരിയ സെക്രട്ടറിയും നിലവിൽ എൺമകജ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ S. സുധാകരൻ ലൈംഗികമായി പീഡിപ്പിച്ച് നഗ്നചിത്രങ്ങൾ പകർത്തിയെന്ന് പരാതിയിൽ പറയുന്നു. ലൈംഗിക അതിക്രമത്തിന് ഇരയായ വീട്ടമ്മ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ സഹിതം ജില്ലാ പോലീസ് മേധാവിക്കും DGPക്കും പരാതി നൽകുകയായിരുന്നു. തുടർന്ന് DGPയുടെ നിർദ്ദേശപ്രകാരം മുൻ ഏരിയ സെക്രട്ടറിയായ പ്രതി സുധാകരനെതിരെ വനിതാ പോലീസ് കേസെടുക്കുകയായിരുന്നു. നിലവിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായ സുധാകരനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് അന്വേഷണത്തിനായി 3-അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. പാർട്ടി കമ്മീഷന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് സുധാകരനെതിരെ കാസർഗോഡ് വനിതാ പോലീസ് കേസെടുത്തത്. ഇതോടെ ഗ്രാമപഞ്ചായത്ത് അംഗമായ CPM നേതാവ് ഒളിവിൽ പോയി. അമൃത ന്യൂസ്, കാസർഗോഡ്. തെരുവ് നായശല്യം തടയുന്നതിൽ വീഴ്ച വരുത്തുന്ന സംസ്ഥാനങ്ങൾക്ക് കനത്ത മുന്നറിയിപ്പുമായി സുപ്രീം കോടതി. തെരുവ് നായകളുടെ ആക്രമണത്തിനിരയാകുന്നവർക്ക് സംസ്ഥാന സർക്കാരുകൾ വലിയ തുക നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്ന് കോടതി വ്യക്തമാക്കി. നായസ്നേഹികൾക്കെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി. പ്രായമായവരും കുട്ടികളും തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്നത് ഗൗരവകരമായ സാഹചര്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നവർക്കും അവരുടെ പ്രവൃത്തികളിൽ ഉത്തരവാദിത്വമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കുട്ടികളെ ആക്രമിക്കുന്ന പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കണമോ എന്നാണ് സുപ്രീം കോടതിയുടെ ചോദ്യം. ഇതിന് ആരാണ് ഉത്തരവാദിയെന്നും കോടതി ചോദിച്ചു. ABC ജനന നിയന്ത്രണത്തിന് മാത്രമാണെന്നും കോടതി പറഞ്ഞു. തെരുവുനായ പ്രശ്നത്തിൽ സ്വമേധയാ എടുത്ത കേസിലാണ് സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പുമായി സുപ്രീം കോടതി ഇപ്പോൾ രംഗത്ത് വന്നത്. തെരുവുനായ കുട്ടികളെയും പ്രായമായവരെയും ആക്രമിക്കുകയാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് കനത്ത നഷ്ടപരിഹാരം ചുമത്തുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നവർക്കും അതിൽ ബാധ്യതയും ഉത്തരവാദിത്വമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നായസ്നേഹികൾക്കെതിരെയും കോടതി വിമർശനം ഉന്നയിച്ചു. അത്ര സ്നേഹമുണ്ടെങ്കിൽ നായ്ക്കളെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി പരിപാലിച്ചൂടെ എന്ന് മൃഗസ്നേഹികളുടെ അഭിഭാഷകയോട് സുപ്രീം കോടതി ചോദിച്ചു. നേരത്തെ തെരുവുനായ വിഷയത്തിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കി സംസാരിക്കണമെന്ന് സുപ്രീം കോടതി നായസ്നേഹികളോട് നിർദ്ദേശിച്ചിരുന്നു. തെരുവുനായ പ്രശ്നത്തിൽ
പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്ന് വ്യക്തമാക്കിയ കോടതി സംസ്ഥാനങ്ങൾ ഈ വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ശത്രുവിന്റെ ഏത് ദുസ്സാഹസത്തിനും തിരിച്ചടി നൽകുമെന്നും കരസേനാ മേധാവി. കശ്മീരിൽ ഭീകരരുടെ നെറ്റ്വർക്ക് ഏതാണ്ട് മുഴുവനായി തകർക്കാൻ കഴിഞ്ഞെന്നും പാകിസ്ഥാന്റെ ആണവ ഭീഷണി തകർത്തുവെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിന്റെ കരുത്തും നിശ്ചയദാർഢ്യവും തെളിയിച്ചെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ ആണവ ഭീഷണി തകർത്തുവെന്ന് ഉപേന്ദ്ര ദ്വിവേദി അറിയിച്ചു. 3 സേനകൾക്കും സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. 3 സേനകളുടെയും സംയുക്ത നീക്കത്തിന് ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും പാകിസ്ഥാൻ ഭീകരർക്ക് സഹായം നൽകുന്നത് തുടരുകയാണെങ്കിൽ ഇന്ത്യ കനത്ത തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. जहाँ तक हमारे आइज एंड ईयर्स के सवाल हैं, चूंकि ऑप सिंदूर ऑन है इसलिए वो आइज एंड ईयर्स वो खुले रहेंगे. इसके तहत जो कुछ हमें कार्रवाई करनी है वो हमने आगे कर रखी है. जहाँ तक दूसरा आपका सवाल है कि टेररिस्ट कैंप के क्या हालात हैं. വടക്കൻ അതിർത്തികളിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. ജമ്മു കശ്മീരിൽ ഭീകര സംഘടനകളുടെ നെറ്റ്വർക്ക് ഏതാണ്ട് തകർക്കാനായെന്ന് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തെ അധിക സേനാവിന്യാസം 2 രാജ്യങ്ങളും പിൻവലിച്ചു. ജാഗ്രത തുടരുകയാണെന്ന് കരസേനാ മേധാവി വ്യക്തമാക്കി. മെയ് 10 വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷവും ജമ്മു കശ്മീരിൽ അസ്വസ്ഥതകളുണ്ടെന്നും എന്നാൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്നും ജനറൽ ദ്വിവേദി പറഞ്ഞു. പാകിസ്ഥാൻ അതിർത്തിക്കടുത്ത് 8 ഭീകര പരിശീലന ക്യാമ്പുകൾ ഉണ്ടെന്നാണ് വിവരം. ഇവ നിരീക്ഷിച്ച് ആവശ്യമെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും കരസേനാ മേധാവി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തു. എല്ലാ കമാൻഡിലും 5000 ഡ്രോണുകൾ തയ്യാറാക്കാനുള്ള ശേഷി സേനയ്ക്കുണ്ട്. അടുത്തിടെ പാകിസ്ഥാൻ അയച്ച ഡ്രോണുകൾ ആക്രമണ സ്വഭാവമുള്ളതായിരുന്നില്ലെന്നും ഡ്രോണുകൾ അയക്കരുതെന്ന് പാകിസ്ഥാന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കരസേനാ മേധാവി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. ജമ്മു കശ്മീരിലെ കത്വയിൽ സൈന്യവും ഭീകരരും തമ്മിൽ കനത്ത വെടിവെപ്പ്. ബില്ലാവർ പ്രദേശത്ത് പെട്രോളിംഗ് സംഘത്തിന് നേരെയാണ് തീവ്രവാദികൾ വെടിയുതിർത്തത്. ഇതേ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് പിന്നിലെന്ന് കണ്ടെത്തിയത്. തീവ്രവാദികളും സുരക്ഷാ സേനയും തമ്മിൽ ശക്തമായ വെടിവെപ്പ് തുടരുകയാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിയമനങ്ങൾക്കുള്ള അധികാരം മാനേജിംഗ് കമ്മിറ്റിക്ക് വിട്ടുകൊണ്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ സർക്കാരും ദേവസ്വം ബോർഡും അപ്പീൽ നൽകുമെന്ന് മന്ത്രി VN വാസവൻ. കേരളത്തിലെ 5 ദേവസ്വം ബോർഡുകൾക്ക് കീഴിലെ എല്ലാ നിയമനങ്ങളും റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നടത്തണം എന്നുള്ളതാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നയം. മറ്റും ദേവസ്വം ബോർഡുകളിൽ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയാണ് നിയമനം നടത്തിവരുന്നതെന്നും VN വാസവൻ വ്യക്തമാക്കി. അങ്ങനെയാണെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു വിധി വന്നിട്ടുണ്ട്. അവർക്ക് തനതായി അവരുടെ മാനേജിംഗ് കമ്മിറ്റിക്ക് നിയമനങ്ങൾ നടത്താം. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ പരിധിയിൽ അത് ഉൾപ്പെടുത്തേണ്ടതില്ല എന്നാണ് വന്നിരിക്കുന്നത്. പക്ഷേ മറ്റേ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള 5 ദേവസ്വം ബോർഡാണുള്ളത്. 1 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, 2 ഗുരുവായൂർ ദേവസ്വം ബോർഡ്, 3 കൊച്ചിൻ ദേവസ്വം ബോർഡ്, 4 മലബാർ ദേവസ്വം ബോർഡ്, 5 കൂടൽമാണിക്യ ദേവസ്വം ബോർഡ്. ഈ 5 ദേവസ്വം ബോർഡ് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലെയും നിയമനങ്ങൾ ഇനിമേലിൽ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കീഴിലായിരിക്കും എന്ന് നേരത്തെ നമ്മൾ നിയമം കൊണ്ടുവന്നു. ആ KDRB രൂപീകരിച്ച് അതിൻ്റെ കീഴിലാണ് ഇപ്പം നിയമനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മാത്രം തനത് മാനേജിംഗ് കമ്മിറ്റിക്ക് നിയമിക്കാം എന്നൊരു വിധത്തിലൊരു വിധി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ ഗവൺമെന്റും അപ്പീലിന് പോകുന്നുണ്ട്. അതോടൊപ്പം ദേവസ്വം ബോർഡും അപ്പീലിന് പോകാൻ തീരുമാനിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കട്ടിളപ്പാളി കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി ഈ മാസം 19 മാറ്റി. ദ്വാരപാലക ശില്പ കേസിലും തന്ത്രി പ്രതിയാകും. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കടത്തിൽ കേസിലും തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കൊല്ലം വിജിലൻസ് കോടതി അനുമതി നൽകി. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം 27 വരെ നീട്ടി. മലപ്പുറത്ത് വീട്ടിൽ കഞ്ചാവ് ചെടി വളർത്തിയ യുവാവ് പിടിയിൽ. പുതുപ്പൊന്നാനിയിലാണ് സംഭവം. പൊന്നാക്കാരൻ്റെ വീട്ടിൽ ഹക്കീം എന്ന ചോട്ടാ ഹക്കീമാണ് പിടിയിലായത്. ബാത്റൂമിൽ ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ശബരിമല സന്നിധാനത്ത് ദീപാരാധനയുടെ സമയമാണ്. ഇനി അതിലേക്കാണ്.
నువ్వు ఎవరికైనా ఫోన్ చేసి వచ్చి నన్ను తీసుకెళ్ళమని చెప్పు స్వామి. నేను ఇక్కడ ఒక్కనే కూర్చున్నాను. రాజు గురుస్వామి కథల సెంటర్ రాజు గురుస్వామి మన స్వామికి ఎవరికైనా ఫోన్ చేసి రమ్మని చెప్పు స్వామి. ఇక్కడ కూర్చున్నాను స్వామి ఒక్కనే, నన్ను తీసుకెళ్ళమని చెప్పు అక్కడికి. స్వామి శరణం స్వామి, భాగ్యలక్ష్మి అమ్మ స్వామి, భాగ్యలక్ష్మి అమ్మ స్వామి, శ్రీరాములు బాబా స్వామి. ఇక్కడ SBI ATM దగ్గర రండి స్వామి, అనౌన్స్మెంట్ దగ్గర రండి. నేను ఇక్కడనే ఉన్నా మీ గురించి, మీరు రండి స్వామి. భాగ్యలక్ష్మి అమ్మ స్వామి, శ్రీరాములు బాబా స్వామి, అనౌన్స్మెంట్ దగ్గర రండి, SBI ATM దగ్గర రండి. ನೀವು ನಡಲು போது ஒரு மணி நேரம் நல்லா இருக்கும். స్వామి విడుపుకల్ స్వామి, భాస్కర్ స్వామి, నువ్వు ఏడున్నా పంపా దగ్గరికి వచ్చి అడవిలో మేము కొండ దిగుతున్నాం. ఇప్పుడు ఉదయ స్వామి ఇంకా శివగోయిలకు వచ్చి కార్ దగ్గర ఉన్నాడు అంత మొత్తం. రెడ్డి, భవసాని ఈశ్వర్ రెడ్డి ఎక్కడున్నా